ഹലോ, അപ്പം ഈ ഇല എത്ര പേർക്കറിയാം? അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഈ ഇല വെച്ചിട്ട് നമ്മൾ ഒരു കുറുക്കുണ്ടാക്കി എടുക്കാറുണ്ട്. കുറുക്കെന്ന് വെച്ചാൽ ഈ എന്താ പറയുന്നത്, കരിപ്പെട്ടിയൊക്കെ ചേർത്തിട്ട് ഒരു കുറുക്കുണ്ടാക്കും. അത് നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണിത്. അമ്മ വല്ലപ്പോഴൊക്കെ ഇതുണ്ടാക്കാറുണ്ട്. എനിക്കിതിഷ്ടമാണ്, ഞാൻ കഴിക്കാറുണ്ട്. ചില പിള്ളേർക്കൊന്നും ചിലപ്പോൾ ഇത് പിടിച്ചെന്ന് വരത്തില്ല, കുഞ്ഞു പിള്ളേർക്കൊന്നും ഇത് പിടിച്ചെന്ന് വരത്തില്ല. പക്ഷേ ഞാൻ കഴിക്കാറുണ്ട്. ഇതിങ്ങനെ കുറുക്കി നല്ല നെയ്യിലൊക്കെ ചേർത്ത് ഇങ്ങനെ നല്ല മധുരമൊക്കെയാണ്, നല്ല മധുരമാണ് ഇത് കഴിക്കാൻ, അടിപൊളിയാണ്. പക്ഷേ എനിക്കിഷ്ടമാണ്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നെയ്മീനായിരുന്നു ഇവിടെ. പിന്നെ അതിൻ്റെ കൂടെ അമ്മ നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി. നമുക്കിവിടെ മാങ്ങ ശരിക്കും ഉള്ളത് കൊണ്ട് ഇതമ്മ നെയ്യിലുണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരിയായിരുന്നു. അതുകൊണ്ട് അടിപൊളി ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും എപ്പോഴും പറയാറില്ല, എൻ്റെ അമ്മ നല്ല ഒന്നാന്തരം ഒരു കുക്കാണ്. കുക്കെന്ന് പറയാൻ എന്താ, നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മളെല്ലാ ഫുഡും ഉണ്ടാക്കി തന്നെ കൂടുതലും കഴിക്കാറുള്ളത്. ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചൈനീസ് ഫുഡാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ കൂടുതലും ഉണ്ടാക്കിയാണ് കഴിക്കാറുള്ളത്. അതുകൊണ്ട് എനിക്കും ഏകദേശം എല്ലാ ഫുഡുകളും മിക്കതും ഉണ്ടാക്കാൻ അറിയാം. അപ്പം അമ്മ നല്ല ചില്ലി ചിക്കൻ ഉണ്ടാക്കി, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഓക്കെ, ബൈ.